ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിഡ് കോഡ് എഡ്യൂക്കേഷൻ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മെഡിക്കൽ കോഡിങ് ചെയ്യുന്ന സമയത്ത് വരുന്ന കോമൺ മിസ്റ്റേക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഹിയർ ആർ 5 കോമൺ മെഡിക്കൽ കോഡിങ് മിസ്റ്റേക്സ് ടു അവോയ്ഡ്. ഫസ്റ്റ് വൺ, ഇൻകറക്റ്റ് കോഡ് സീക്വൻസിങ്. അതായത് നമ്മൾ കോഡുകൾ സീക്വൻസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഓർഡറിലല്ലാതെ ഇൻകറക്റ്റായിട്ട് കോഡുകളിൽ സീക്വൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുമ്പം എന്താണ്? അസൈനിങ് കോഡ്സ് ഇൻ ദി റോങ് ഓർഡർ വിച്ച് ക്യാൻ എഫക്റ്റ് റീഇംബേഴ്സ്മെൻറ്റ് ആൻഡ് ഡാറ്റ ആക്യുറസി. അതായത് നമ്മൾ റോങ് ഓർഡറിൽ കോഡ്സിൽ സീക്വൻസ് ചെയ്യുക അല്ലേ. അതായത് ആദ്യം കൊടുക്കേണ്ട ഡയഗ്നോസിന് നമ്മൾ സെക്കൻഡായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? തെറ്റാണല്ലേ. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു, ആൾക്കൊരു അസുഖമായിട്ട് വന്നു, കൂടെ തന്നെ ആൾക്ക് കുറച്ച് സിംറ്റംസും ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കോഡ് ചെയ്യേണ്ടത് ആളുടെ അസുഖത്തെയാണ് അല്ലേ. അതിന് ശേഷമാണ് നമ്മൾ സിംറ്റത്തിനെ കോഡ് ചെയ്യുള്ളൂ. അതായത് നമ്മൾ ഗൈഡ് ലൈൻ പ്രകാരം വേണം നമ്മൾ കോഡ് ചെയ്യാൻ, അതെല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അത് തിരിച്ച് നമ്മൾ കോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ മിസ്റ്റേക്കാണ്. സോ അതാണ് ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇൻകറക്റ്റ് കോഡ് സീക്വൻസിങ്. സോ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? Follow official coding guidelines for code sequencing such as the Centers for Medicare and Medicaid Services CMS guidelines. Yes, അതായത് ഒഫീഷ്യൽ കോഡിംഗ് ഗൈഡ് ലൈൻസ് പ്രകാരം മാത്രം നമ്മൾ എന്ത് ചെയ്യണം? കോഡുകൾ കറക്റ്റായിട്ട് കൊടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പം അതായത് നമുക്ക് ഓൾറെഡി CMS ഗൈഡ് ലൈൻസ് കുറേ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. സോ അത് പ്രകാരം മാത്രം നമ്മൾ കോഡുകൾ അറേഞ്ച് ചെയ്ത് കോഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് വൺ, ഇൻആക്യുറേറ്റ് കോഡ് സെലക്ഷൻ. അതായത് കൃത്യമല്ലാത്ത കോഡുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. ചൂസിങ് കോഡ് ദാറ്റ് ഡോണ്ട് ആക്യുറേറ്റ്ലി റിഫ്ലക്ട് ദി പേഷ്യൻസ് ഡയഗ്നോസിസ്, പ്രൊസീജിയർ ഓർ സർവീസസ്. അതായത് പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ് എന്താണോ, അല്ലെങ്കിൽ ആൾ ചെയ്തിട്ടുള്ള പ്രൊസീജിയർ എന്താണ്, അല്ലെങ്കിൽ സർവീസ് എന്താണോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് വേണം നമ്മൾ എടുക്കാനായിട്ട്. പക്ഷേ അതുമായി ബന്ധമില്ലാത്ത, യാതൊരു ബന്ധമില്ലാത്ത കോഡ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബിഗ് മിസ്റ്റേക്കാണ് അല്ലേ. സോ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താ? കെയർഫുള്ളി റിവ്യൂ പേഷ്യൻറ്റ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് യൂസ് റിലയബിൾ കോഡിംഗ് റിസോഴ്സസ് സച്ച് എസ് കോഡിംഗ് മാനുവൽസ് ആൻഡ് ഓൺലൈൻ ടൂൾസ്. യെസ്, അതായത് പേഷ്യൻറ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്നതിന് ശേഷം എവിടെ നിന്നാണ് പ്രോപ്പറായിട്ടുള്ള കോഡ് എടുക്കേണ്ടത്, ആളുടെ അസുഖം എന്താണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് പേഷ്യൻറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കോഡ് എടുക്കുക. കറക്റ്റ് അതിൻ്റെ അണ്ടറിൽ നിന്ന് തന്നെ നമ്മൾ കോഡ് എടുക്കണം, അല്ലാതെ മാറിപ്പോവാനൊന്നും പാടില്ല. അത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. സോ വളരെ കെയർഫുള്ളി റിവ്യൂ ചെയ്തതിന് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? കോഡ് എടുക്കുക. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി തേർഡ് പോയിൻ്റ്, ഇൻസഫിഷ്യൻറ്റ് ഡോക്യുമെൻറ്റേഷൻ. എന്താണ് ഇൻസഫിഷ്യൻറ്റ് ഡോക്യുമെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഫെയിലിംഗ് ടു ഒബ്റ്റെയിൻ ഓർ ഡോക്യുമെൻറ്റ് നെസസറി ഇൻഫോർമേഷൻ ലീഡിംഗ് ടു ഇൻആക്യുറേറ്റ് ഓർ ഇൻകംപ്ലീറ്റ് കോഡ് അസൈൻമെൻറ്റ്സ്. ഇപ്പം പേഷ്യൻറ്റിൻ്റെ നമുക്കറിയാം, നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടും അല്ലേ. ആളുടെ ഏജ്, അതുപോലെ ആൾക്ക് പ്രീവിയസ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ ആൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത്, എന്തൊക്കെ സിംറ്റംസ് ആണുള്ളത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തരുന്ന ഡോക്യുമെൻറ്റേഷനകത്ത് ഉണ്ടാവും. പക്ഷേ ചില സമയത്ത് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ഇൻസഫിഷ്യൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഡീറ്റെയിൽസ് എന്തെങ്കിലും കുറവ് മൂലം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻസഫിഷ്യൻറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ അതൊരു മിസ്റ്റേക്കാണ് അല്ലേ. ചിലപ്പോൾ നമ്മളും ചെക്ക് ചെയ്യില്ല, തന്നിട്ട് ഒരു ഡോക്യുമെൻറ്റേഷൻ തരുമ്പോൾ നമ്മളും ഡയറക്റ്റായിട്ട് കോഡ് ചെയ്യും, പക്ഷേ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. സോ അതൊരു കോമൺ മിസ്റ്റേക്കായിട്ട് വരും. സോ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ടു ക്ലാരിഫൈ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് എൻഷുർ ദാറ്റ് ഓൾ നെസസറി ഇൻഫർമേഷൻ ഈസ് ക്യാപ്ചേർഡ്. യെസ്, അതായത് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ഹെൽത്ത് കെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ ഇത്ര കാര്യങ്ങൾ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, ആളുടെ വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നോട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡീറ്റെയിൽസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് കൺഫേം ചെയ്യണം. ഓക്കെ, ഇത്ര മാത്രമാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതും ഒരു വലിയൊരു പ്രശ്നമാണ്. സോ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് അല്ലാത്തൊരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻസഫിഷ്യൻറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഒരു വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ കോഡേഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാം തന്നെ വളരെയേറെ ശ്രദ്ധിക്കണം.
ഇനി നമ്മുടെ ഫോർത്ത് പോയിന്റ് നമുക്ക് നോക്കാം, അൺബണ്ടിലിംഗ് ഓർ ഓവർ കോഡിംഗ്. Assigning separate codes for procedure or services that are included in a more comprehensive code, leading to overpayment or denial of claims. എന്താണ് അൺബണ്ടിലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം പറയാം. അതായത് ഇപ്പം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് കൊടുക്കുക. ഓക്കെ, അതിനെയാണ് അൺബണ്ടിലിംഗ് ഓർ ഓവർ കോഡിംഗ് എന്ന് പറയുന്നത്. എക്സ്ട്രാ നമ്മൾ കോഡ് ചെയ്യുന്നത് ആ ഒരു സിംഗിൾ കോംപ്രഹെൻസീവ് കോഡിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു ഡോക്യുമെൻറ്റേഷനിൽ പേഷ്യൻ്റ് കോഡിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നീടായിരിക്കും എക്സ്ട്രാ എന്തെങ്കിലും വന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സ്ട്രാ കോഡ് ചെയ്യാമല്ലോ. സോ അങ്ങനെ കോഡ് ചെയ്യുന്ന കണ്ടീഷൻസ്, ഓക്കെ, അതാണ് അൺബണ്ടിലിംഗ് അല്ലെങ്കിൽ ഓവർ കോഡിംഗ് എന്ന് പറയുന്നത്, എക്സ്ട്രാ നമ്മൾ കോഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോഡ് ചെയ്യേണ്ട സമയത്ത് അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിന് വേണ്ടി വേറെ ഗൈഡ് ലൈൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് കോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം ഒരിക്കലും നമുക്ക് ഓവർ കോഡിംഗ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഈ അൺബണ്ടിലിംഗ് അല്ലെങ്കിൽ ഓവർ കോഡിംഗ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. അതായത് ആദ്യത്തെ ഒന്നെന്ന് പറയുമ്പോൾ എക്സ്ട്രാ ചാർജ് കൊടുക്കുന്നത്, നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് തന്നെ കൊടുക്കണം. പിന്നെ ഒരു കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ചാർജിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു സിംഗിൾ ചാർജിൽ തന്നെ അത് ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതുണ്ട്. എക്സ്ട്രാ കോഡ് ചെയ്യുന്നതിന് എക്സ്ട്രാ ക്യാഷ് കൊടുക്കുന്ന വേയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 തരത്തിലാണ് ഓവർ കോഡിങ് വരുന്നത്, പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളതും പേയ്മെൻറ്റ് ചെയ്യാത്തതും. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം, പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളതും പേയ്മെൻറ്റ് ചെയ്യാത്തതും. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് കോഡ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓവർ കോഡിങ് അല്ലെങ്കിൽ അൺബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ അതിന് സൊല്യൂഷൻ എന്താണ്? അണ്ടർസ്റ്റാൻഡ് കോഡിംഗ് ഗൈഡ് ലൈൻസ് ആൻഡ് കൺവെൻഷൻസ് റിലേറ്റഡ് ടു ബണ്ടിലിംഗ് ആൻഡ് അൺബണ്ടിലിംഗ് ആൻഡ് യൂസ് കോഡിംഗ് റിസോഴ്സസ് ടു വെരിഫൈ കോഡ് അസൈൻമെൻറ്റ്സ്. അതായത് അതിൻ്റെ കോഡിംഗ് ഗൈഡ് ലൈൻസ് എല്ലാം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ബണ്ടിലിംഗ് അല്ലെങ്കിൽ അൺബണ്ടിലിംഗ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കോഡിംഗ് ഗൈഡ് ലൈൻസ് എല്ലാം വൃത്തിയായിട്ട് മനസ്സിലാക്കുക. എന്നതിന് ശേഷം മാത്രം നമ്മൾ ഏത് റിസോഴ്സിൽ നിന്നാണോ നമുക്ക് വേണ്ടത്, കോഡ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കോഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ചില കേസസിൽ മാത്രമായിരിക്കും വരുന്നുണ്ടാവുക. സോ അറിയാതെ നമ്മൾ എടുത്ത് ചാടിയൊന്നും കോഡ് ചെയ്യാനായിട്ട് പാടത്തില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കോഡ് ചെയ്യാം. ഓക്കെ, ഇനി 5th വൺ എന്ന് പറയുന്നത് ഫെയിലിയർ ടു അപ്ഡേറ്റ് കോഡ്സ്. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് എന്താണ് ഫെയിലിയർ ടു അപ്ഡേറ്റ് കോഡ്സ്. കോഡുകൾ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ മറക്കുക അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ വരുന്നത്. നമുക്കറിയാം CPC എന്ന് പറയുമ്പം CPC മാത്രമല്ല, മെഡിക്കൽ കോഡിംഗ് അല്ലേ, മെഡിക്കൽ കോഡിങ്ങിലും CPCയിലും ഓക്കെ, അതും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓരോ ഇയർ നമ്മുടെ കോഡുകൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കോഡ്സ് ആയിരിക്കും ഡിഫറൻസ് വരുന്നത്. അങ്ങനെ ഒരുപാട് കോഡ്സ് ഒന്നും നമുക്ക് ഡിഫറൻസ് ആയിട്ട് വരത്തില്ല, വളരെ മൈന്യൂട്ടായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും, എന്തെങ്കിലും ഗൈഡ് ലൈൻ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ മെഡിക്കൽ കോഡേഴ്സ് എന്ന് പറയുമ്പം അത് വളരെ വൃത്തിയായിട്ട് നമ്മൾ നോട്ടിഫൈ ചെയ്യണം, എവിടെയൊക്കെയാണ് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം എവിടെയാണ് എവിടെയൊക്കെയാണ് ചേഞ്ചസ് വന്നതെന്നുള്ളത് നമുക്കറിയണം. സോ അത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റാം. എന്താണ് ഫെയിലിയർ ടു അപ്ഡേറ്റ് കോഡ്സ് സംഭവിക്കാം. അതായത് നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റഡ് ആയിട്ടുള്ള കോഡ്സൊക്കെ അറിയാതെ കോഡ് ചെയ്ത് പോവുക. ഓക്കെ, അല്ലെങ്കിൽ അപ്ഡേറ്റഡ് അല്ലാത്ത കോഡ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കോഡ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, യൂസിങ് ഔട്ട്ഡേറ്റഡ് ഓർ ഡിലീറ്റഡ് കോഡ്സ് വിച്ച് ക്യാൻ റിസൾട്ട് ഇൻ ഡിനൈഡ് ക്ലെയിംസ് ഓർ ഇൻആക്യുറേറ്റ് ഡാറ്റ അല്ലേ. അപ്പോൾ ഒരു കൃത്യമല്ലാത്ത ഡാറ്റയായിട്ട് മാറും. നമ്മുടെ ആ ഒരു പേഷ്യൻ്റ് ഡാറ്റ എന്ന് പറയുന്നത് കറക്റ്റ് അല്ലാത്തൊരു ഇൻകറക്റ്റ് ഡാറ്റയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഓക്കെ. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. പെർ ഇയർ, ഓരോ ഇയർ നമ്മൾ പോയിക്കൊണ്ടിരിക്കും തോറും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്തൊക്കെ കോഡ്സാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ. ഇല്ലെങ്കിൽ ഇതുപോലൊരു മിസ്റ്റേക്സൊക്കെ സംഭവിക്കാം. സോ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ ഇവിടെ പറയുന്നത്, സ്റ്റേ കറൻറ്റ് വിത്ത് കോഡിംഗ് അപ്ഡേറ്റ്സ്. യെസ്, അതായത് കോഡിംഗ് അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ എന്നും വളരെ വൃത്തിയായിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. റിവിഷൻസ് മസ്റ്റായിട്ട് റിവിഷൻസ് വേണം അല്ലേ, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ആൻഡ് ഡിലീഷൻസ് ബൈ അറ്റൻഡിങ് വർക്ക്ഷോപ്സ്, വെബിനാർസ് ആൻഡ് കോൺഫറൻസസ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഓൺലൈൻ ഫോറംസ് ആൻഡ് ഡിസ്കഷൻസ്.
അതായത് APCൻ്റെ തന്നെ നിങ്ങൾക്ക് APC മെമ്പറായിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. പല വെബിനാറിൻ്റെയും പല കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അതിനൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൂടാതെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് നമുക്കറിയാൻ പറ്റും പല വെബിനാറുകളും അല്ലെങ്കിൽ പല ഓൺലൈൻ ഡിസ്കഷൻസും എല്ലാം മെഡിക്കൽ കോഡിങ്ങിൻ്റെ വകയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ APCയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താലും നമുക്കറിയാനായിട്ട് പറ്റും എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു വർഷം വരുത്തിയിട്ടുള്ളത് എന്നൊക്കെ. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അപ്ഡേഷൻസ് അറിയാനായിട്ട് പറ്റും. സോ അങ്ങനെയൊന്നും അപ്ഡേറ്റഡ് ആയിരിക്കണം, എന്നാൽ മാത്രമാണ് മിസ്റ്റേക്സ് ഇല്ലാതെ നമുക്ക് കോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ പഴയൊരു ഓർമ്മയിൽ നമ്മൾ ആ ഒരു പഴയ കോഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു തെറ്റ് തന്നെയാണ്. പിന്നെ ഗൈഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഡുകൾ പിന്നെയും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുകയാണല്ലേ, ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതല്ല എന്നുള്ളത്. പക്ഷേ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് നമുക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് കോഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈഡ് ലൈൻ പ്രകാരമാണ് നമ്മൾ ICDയും CPTയും എല്ലാം നമ്മൾ കോഡ് ചെയ്യുന്നത് അല്ലേ. എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്തായിരിക്കണം എന്നും അപ്ഡേറ്റഡ് ആയിരിക്കണം. സോ ഇത്രയുമാണ് 5 കോമൺ മിസ്റ്റേക്സ് ഇൻ മെഡിക്കൽ കോഡിങ്. ഓക്കെ, ഇതിൽ കൂടുതൽ മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടാവും, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.